എന്താ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? നിന്നെ കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കോ? ശരിക്കും? എപ്പോ എപ്പോ കല്യാണം കഴിക്കാം? അയ്യോ, ഞാനൊന്ന് വെറുതെ പറഞ്ഞപ്പോ. പിന്നെ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ? ആ പോലീസുകാർ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോ നീയല്ലേ എന്നെ അവന്റെ അടുത്ത് നിന്ന് രക്ഷിച്ച. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? ഒന്നും ആവായിരുന്നില്ല. ഏതെങ്കിലും ഒരു കിണറ്റിൽ പോയി എടുത്ത് അങ്ങ് ചാടിയനെ. അതിനുള്ളിൽ എന്നെ പോലെ ഒരുത്തൻ അമ്മേന്ന് വിളിച്ച് കരഞ്ഞേനെ. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ എന്റെ മുത്തശ്ശൻ അറിയാതെ ഇങ്ങോട്ട് വന്നത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കോടനാട് കൊണ്ടുപോയി എത്തിക്കോ. നിനക്കൊരു 1000 പുണ്യം കിട്ടും. നിന്റെ ഈ കൈതൊഴിലും പുണ്യവും കിണ്ണിയും മോക്ഷവും ഒന്നും എനിക്ക് വേണ്ട. നിന്നെ കൊണ്ടുപോയി കോടനാട് വിട്ടാ എനിക്കൊരു ഉമ്മ തരൂ. എന്ത്? ഇല്ല, നിന്നെ കൊണ്ടുപോയി വിട്ടാ നിന്റെ മുത്തച്ഛനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരുമെന്ന് ചോദിച്ചതാ. സ്ലിപ്പ് ഓഫ് ദി ടങ്. എന്റെ മുത്തച്ഛൻ ഒരു വലിയ എസ്റ്റേറ്റിന്റെ മേശരിയായിട്ട് ജോലി ചെയ്യുവാ. മുത്തച്ഛൻ വിചാരിച്ചാ എത്ര പേർക്ക് വേണമെങ്കിലും ജോലി വാങ്ങി കൊടുക്കാൻ പറ്റും. ആണോ? എങ്കിൽ ശരി, നിന്നെ ടാക്സിയിൽ കൊണ്ടുവിടാം. എന്താ പെട്ടെന്ന് മുഖം മാറിയേ? പേഴ്സന്റെ ഇത് മിസ്സായി. നിന്നെ എങ്ങനെ കോടനാട് കൊണ്ടുപോയി വിടുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ എന്റെ കൂടെ വരാനും സമ്മതിച്ചില്ലേ? നിന്നെ ഞാൻ സ്പെഷ്യൽ ടാക്സി പിടിച്ച് കൊണ്ടുപോകും. അതെന്താ ഈ സ്പെഷ്യൽ ടാക്സി? എങ്ങനെയുണ്ട് നമ്മളെ സ്പെഷ്യൽ ടാക്സി? ആഹാ, ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, ട്രെയിനിൽ പോയിട്ടുണ്ട്, ഷിപ്പിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു യാത്ര ഞാൻ ചെയ്തിട്ടേ ഇല്ല. നല്ല ജോളിയായിട്ടുണ്ട്. അയ്യോ, ഒച്ചയിൽ സംസാരിക്കല്ലേ. നമ്മള് കള്ളവണ്ടി കേറിയാ പോകുന്നത്. ഡ്രൈവറെ കേൾക്കുവാണെങ്കിലേ പകുതി വഴിയിൽ ഇറക്കി വിടും. ആരും ജോളിയാണെന്ന് പറയുന്നത്. വൈക്കോൽ വണ്ടി അത് എനിക്ക് വയറ് വിശന്ന് കത്തുന്നു. എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാ. നമ്മൾ പിന്നെ ഫ്ലൈറ്റിലാണല്ലോ പോകുന്നത്. നീ പറയുമ്പോ തന്നെ വാങ്ങിത്തരാം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. വിശപ്പ് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും എനിക്ക് വാങ്ങിത്താ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ? മടിയിൽ കിടക്കും. അതെന്തിനാ? വിശക്കുന്നല്ലേ പറഞ്ഞേ? മടിയിൽ കിടക്ക്. എന്താണ് ആട് കയറിയെന്ന് ശബ്ദം കേൾക്കുന്നു? ആരെങ്കിലും അടിച്ചോണ്ട് പോകുന്നേ? ഏട്ടാ ഇറങ്ങി നോക്കിയേട്ടാ. ഇതെന്താ വണ്ടി നിന്ന് പോയത്? പിന്നെ നിർത്താതെ എന്ത് ചെയ്യണം? ആരാ നിങ്ങള്? വണ്ടിക്കകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ചേട്ടാ ഒന്നുമില്ല ചേട്ടാ. കണ്ടാൽ മാന്യനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. കണ്ണുതെറ്റിൽ ആടിനെ അടിച്ചോണ്ട് പോവല്ലേ? ഇറങ്ങാടെ. ചേട്ടാ, ചേട്ടൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കയ്യിൽ കാശില്ല. ഞങ്ങളെ വണ്ടി കിട്ടുന്ന എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടാൽ മതി. അതിനൊന്നും എനിക്ക് സമയമില്ല. ഇറങ്ങണ താഴോട്ട്. ഇവളുടെ വായിൽ എന്താ പാല്? അതൊന്നുമില്ല ചേട്ടാ. ഇവക്ക് വിശക്കുന്നു പറഞ്ഞപ്പോ കുറച്ച് ആട്ടുംപാല് കറന്നു കൊടുത്തതാ. നിനക്ക് ഇതൊക്കെ ഒരു തമാശ. ഇറങ്ങണ താഴോട്ട്. ഓ, ചേട്ടൻ ചൂടാന്ന് തുടങ്ങി. വേറെ ഇറങ്ങിയോ? മര്യാദക്ക് നാട്ടിയെത്തായിരുന്നു. നീ വിശക്കുന്നെന്നും പറഞ്ഞ് അലറിയത് കൊണ്ടാ പാതി വഴിയിൽ അവർ ഇറക്കി വിട്ടിട്ട് പോയി. വിഷമിക്കണ്ട വയ്ക്കോൽ വണ്ടി. ഇനി എന്താ, അടുത്ത ലോറി വരുമ്പോ കയറി പോകാനാണ്? അതൊന്നുമല്ല, നമ്മൾ അടുത്തെത്തിയല്ലോ. അത് കണ്ടോ, ആ ചെറിയ മല. അത് കേറി ഇറങ്ങിയ നമ്മൾ കോടനാട്. ഈ മല കേറി ഇറങ്ങണം അല്ലേ? മോളുടെ പേരെന്താ? സതി ലീലാവതി? അല്ല വയ്ക്കോൽ വണ്ടി, എന്റെ പേര് രാധ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ, അവനെ നന്നായി ശ്രദ്ധിച്ചോണം, അവനെ പുറത്ത് വിടരുതെന്ന്. എന്നിട്ട് രണ്ടും കൂടി ചെയ്തു വച്ചേക്കുന്നുണ്ടോ? ഇപ്പോഴും താമസിച്ചിട്ടില്ല മുതലാളി. പയ്യന്റെ ഫോട്ടോ ടിവിയിലും പേപ്പറിലും ഒക്കെ ഇട്ട് ഇവന്റെ വിവരം നൽകുന്നവർക്ക് തക്ക സമ്മാനം നൽകുന്നതാണ്. അങ്ങനെ ചെയ്താലെന്താ? തനിക്ക് വിവരമുണ്ടോ? അവൻ എന്റെ മോനാണെന്ന് അറിഞ്ഞ അവനെ കൊന്നുകളയില്ല അവന്മാര്. നീയല്ലേ അവനെ തുറന്നു വിട്ടെ. അതുകൊണ്ട് നീ തന്നെ അവനെ തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അതുപോലെ നിനക്ക് ഈ വീട്ടില് ജോലിയില്ല, ഭക്ഷണവും ഇല്ല. ജോലി ഇല്ലെങ്കിൽ ചോറ് തരണം മുതലാളി. ചോറ് മാത്രം. ഓ, നീയല്ലേ പറഞ്ഞേ ഈ മല കേറി ഇറങ്ങിയ നിന്റെ ഗ്രാമമാണെന്ന്? ഞാൻ അതും വിശ്വസിച്ച് നടക്കുക. കണ്ണെത്താ ദൂരം വരെ കാടുമലയും മാത്രമുള്ളല്ലോ. നിന്റെ ഈ ഗ്രാമം എവിടെയാ? എന്തിനാ ഇങ്ങനെ കുട്ടികളെ പോലെ ചോദിച്ചോണ്ട് വരുന്നേ? ഈ ആറ് കടന്ന് അപ്പുറത്ത് ചെന്ന കോടനാട് എത്തും. മിണ്ടാതെ വാ. ഇറങ്ങിക്കോ. നാടെത്തുന്നത് വരെ ഇനി എത്ര ആറും പുഴയും കടക്കണോ എന്തോ. എന്റെ അമ്മോ, ദൈവത്തിനറിയാം. അയ്യോ, ഇറങ്ങിയ പാവാട നനയല്ലോ. എന്ത് ചെയ്യും? പാവാട നനഞ്ഞാ നമുക്ക് പിഴിഞ്ഞ് വിരിച്ചിടാം. നീ ഇറങ്ങിക്കോ. നിനക്കെന്താ നനഞ്ഞാ നീ പാന്റ് ഒരു തോളിലിട്ട് നല്ല അന്തസ്സരി നടന്നു പോവല്ലോ. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ലല്ലോ. ഇത് കൊള്ളാലോ. പാവാട നനയും ചെയ്യരുത്, പുഴ കടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ. ഇനി ഇറങ്ങിക്കോ, എന്റെ പാവാട നനയില്ല.
പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നീ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്തില്? തിന്നുന്ന കാര്യത്തില് കൈ കിട്ടുന്നതെല്ലാം വലിച്ചു കയറ്റി കാറ്റടിച്ച ബലൂൺ പോലെ ആയി. ഇപ്പൊ കഷ്ടപ്പെടുന്ന ആരാ? ഓഹോ, 4-5 പെറ്റ് കഴിയുമ്പോ അമ്മ. ശരീരം മുഴുവൻ മെലിയൂന്ന് എന്റെ ചിറ്റമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുവരെ കെട്ടിയോൻ ജീവനോട് ഇരുന്നാലല്ലേ. ആ? പോ വെക്കോൽ വണ്ടി. എന്താണ് കോടനാടിന് പെട്ടെന്നൊരു ആനന്ദം? വെക്കൽ വണ്ടി, ആ മീനിനെ ഒന്ന് പിടിച്ചു തരോ? എന്തിനാ? പിന്നെയും തിന്നാൻ വേണ്ടിയാ? അതേ വെക്കൽ വണ്ടി, അതിനെ പിടിച്ച് മസാല തേച്ച് വറുത്ത് കഴിച്ചാലുണ്ടല്ലോ എന്ത് രുചിയാണെന്നറിയോ? ഞാനെന്താ മുക്കുവനാ വലയെറിഞ്ഞ് മീൻ പിടിക്കാൻ? അതിനെങ്ങനെ പിടിക്കാനാ? ആ, അത്രയല്ലേ ഉള്ളൂ. ആ വലയല്ലേ വേണ്ടത്? ആ, ദാ പിടിക്ക്. ആ, പിടിക്ക്. ഇതെന്തിനാ? ശരിക്ക് പിടിക്ക്. ആ, അങ്ങനെ തന്നെ. ആ, ഇട്. ഹൈലസ. എന്താ വെക്കൽ വണ്ടി ഇത് പാട്ട് പാടാത്തേ? ഏത് പാട്ട്? പ്രമദവനോ? അല്ലല്ല, ഹൈലസ എന്ന് പാടണം. ആ, ആ, ഹൈലസ. ഹൈലസ. അയ്യോ, ഒന്നും കിട്ടിയില്ലല്ലോ. ഒരിക്കൽ കൂടി നോക്കാം. ഇപ്രാവശ്യം തീർച്ചയായിട്ടും മീൻ കിട്ടും. ആ, മീൻ വേണമെന്ന് പറഞ്ഞു, പിടിച്ചു തന്നു. ഉം. ഇങ്ങനെ ഏതോ ഒരുത്തന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്നുണ്ടല്ലോ. വീടിന്റെ ഉടമസ്ഥൻ വന്ന് എന്ത് ചെയ്യും? വന്നാലെന്താ, അയാൾക്ക് ഒരു പൊരിച്ച മീന് കൊടുക്കും. ഓ, കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ. ആ. അതൊക്കെ പോട്ടെ, ഉം. മീനിന്റെ മണം എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ നിന്ന് എത്രയോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ഞാൻ കണ്ടിട്ടേ ഇല്ല. വാ 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 വാ, കൊണ്ടോ കൊണ്ടോ. ഉം. കഴിക്കാമോ? പിന്നെ ആ? നീ എന്തീ കാണിച്ച്? ഏമ്പൊക്കെ വിട്ടത് അതിനെന്താ? ആന ചിഹ്നം വിളിക്കാന്ന് വിചാരിച്ചേ. പോ വെക്കോൽ വണ്ടി, വെറുതെ. അതെ, 1 2 3 4 5. ഇതാണോ 5? ആ, 5. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും ഇതിന്ന് ഒരെണ്ണം എനിക്ക് തരാമായിരുന്നില്ലേ? അയ്യോ, അപ്പൊ നീ കഴിച്ചില്ലേ വെക്കോൽ വണ്ടി? നീ എന്തെങ്കിലും തന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. അത് പിന്നെ എനിക്ക് വിശപ്പ് വന്നാ എല്ലാം ഞാൻ മറന്നു പോവും. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നീ കുറച്ച് ലിമിറ്റ് വെക്കുന്നത് നല്ലതാ. എന്താ നീ ഇത് എപ്പൊ നോക്കിയാലേ ലിമിറ്റ് കിമിറ്റ് എന്നൊക്കെ? അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ വയറ് നിറയെ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. എഴുന്നേക്ക് വാ, പോവാം. ആ, അയ്യോ, ഇരുട്ടായി തുടങ്ങിയല്ലോ. ഇരുട്ടിയാലെന്താ? നീ ഇങ്ങോട്ട് വാ. ഇരുട്ടായാൽ എന്താന്നോ? ഇനി നമ്മൾ പോവേണ്ടത് കാട് വഴിയാ. കഴിഞ്ഞ മാസം വിറക് ശേഖരിക്കാൻ പോയ 2 സ്ത്രീകളെ ആന ചവിട്ടി കൊന്നു. കാട്ടാന ചവിട്ടിയാ ഒഴുക്കാൻ അസ്ഥി പോലും കിട്ടില്ല, അറിയോ? പിന്നിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് ഈ കുടിലിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോവാം. വാ. ഈ വൈക്കൽ വണ്ടിക്ക് ഒന്നും അറിയില്ല. ഒരു വഴിയും കാണുന്നില്ലല്ലോ ആ ചെറുക്കനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ. കണ്ടുപിടിക്കാം. സാർ, ഇയാളെ കണ്ടിട്ടുണ്ടോ സാർ? ഒന്നുറക്കെ പറയൂ. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ ഉറക്കെ പറ. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? കൊണ്ട് മാത്രം അനക്കിട്ട് കാര്യമില്ല, ഉറച്ചു പറഞ്ഞാലേ കേൾക്കാൻ പറ്റൂ. ഊമേ, നിന്നെ അയ്യോ മാറിപ്പോയി. ആരെടാ നീ? എന്തിനാ അവൻ അടിക്കുന്നേ? അല്ലടോ, ഞാൻ തൊണ്ടകീറി വിളിച്ചിട്ടും ചെവിയിൽ ഈ ഉരുക്ക് ഒഴിച്ചവനെ പോലെ എന്നെ ഊമെന്ന് വിളിക്കുന്നുണ്ടോ? അവനൊരു ചെവി നേരെ കേട്ടൂടാ. ഒരു ചെവിക്ക് ഇങ്ങനെയാ? അതെ. പോടാ, ശരിയാക്കി തരാം ഞാൻ. അതെ, ഈ ഫോട്ടോയിലുള്ള പയ്യനെ കണ്ടിട്ടുണ്ടോ? ആഹാ, എന്റെ വണ്ടിയിൽ ഓസിന് യാത്ര ചെയ്ത പയ്യൻ.
അപ്പൊ നിങ്ങൾക്ക് അറിയാമോ? അറിയോന്നോ? ആ. കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയാ? എവിടെ ഇറക്കി വിട്ട്? പെരുമ്പാവൂര് പോകുന്ന വഴിക്കാണ് ഇറക്കി വിട്ടത്. പെരുമ്പാവൂര് പോകുന്ന വഴിയാ? ഇടോ, എന്നെ നിങ്ങളുടെ വണ്ടി കയറ്റി അതേ സ്ഥലത്ത് ഇറക്കി വിടോ? തീർച്ചയായിട്ടും കൊണ്ടുവിടാം. ആ. പക്ഷെ കുറച്ച് ആടുകളൊക്കെ കയറ്റമുണ്ട്. ആ. അത് കഴിഞ്ഞ് കൊണ്ടുപോവാം. ആയിക്കോട്ടെ. എന്റെ പൊന്നമ്മച്ചിയെ, ഞാൻ ആഗ്രഹിച്ചൊരു ലോട്ടറി വാങ്ങിയതാണ്. ആ കഴുതെടുത്ത് അത് വിഴുങ്ങി. എന്റെ ഭാവി ആകെ നശിച്ചല്ലോ. അയ്യോ അയ്യോ, ഞാൻ എങ്ങനെ അച്ഛാ, സഹിക്കും? നമ്മുടെ വീടിന്റെ കഥവ് തുറന്നു കിടക്കുന്നല്ലോ. എന്റെ ദൈവമേ. ഒരു തലയും 4 കാലും. അച്ഛാ, ഉം. 2 കാലില് കുലിസുണ്ട്. ആണും പെണ്ണും ചേർന്ന അർദ്ധനാരീശ്വരനും. ഇതൊന്നും നീ നോക്കണ്ട. പുറത്തു പോയി കഴുതേ നോക്ക്. ഉം. ഡേയ് ഡേയ്, ഹലോ. ഹലോയോ അല്ല കിലോയോ അല്ല, എന്തോന്നാടാ ഇത്? ഏയ്, എപ്പോഴാ നീ വന്ന് അടുത്ത് കിടന്ന്? ഞാൻ രാത്രി വന്ന് കിടന്നല്ലോ. രാത്രിയിലോ? അത് പേടിയായതുകൊണ്ടാ. അതാ. ഓ, അമ്മ. അനിയ, ഉം, ഈ പെൺകുട്ടി ഏതാ? അറിയില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ചെറുക്കൻ ഏതാ? അറിയില്ല. കളിക്കുകയാണോ? ഉം. ഒരു പായി കിടന്നുറങ്ങിയിട്ട്, അത് ഒരു പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നിട്ട്, അത് ഒരു രാത്രി മുഴുവനും കിടന്നുറങ്ങിയിട്ട് അറിയില്ലാന്നോ? കണ്ടോണ്ട് വന്ന് ചോദിച്ചാ പറയാണ് എനിക്കറിയില്ല എന്ന്. ഞാൻ എന്താ വെറും കഴുതയാണെന്ന് വിചാരിച്ചോ? ആ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. കഴുതിക്കൊക്കെ എല്ലാം അറിയാം. അപ്പൊ എനിക്കൊന്നും അറിയില്ല എന്നാണോ? കഴുതിക്കൊന്നും അറിയില്ല എന്ന് കുഴപ്പിക്കുക, വീണ്ടും കുഴപ്പിക്കുക. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ആരാ? എന്റെ കുടിലിൽ എന്തിനാ വന്ന് കേറിയത്? അറിയില്ല ചേട്ടാ. വീണ്ടും എന്നെ കുഴപ്പിക്കുകയാണല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ വട്ടനാക്കുന്നേ? അയ്യോ. സോറി ചേട്ടാ. ഉറക്കത്തിന്റെ ഒരു മൂഡിൽ ഞാൻ അങ്ങനെ ഒന്നും അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങൾ രണ്ടുപേരും കൂടി കോടനാട്ടേക്ക് പോവായിരുന്നു. രാത്രി ആയതുകൊണ്ട് നേരം വൈകിപ്പോയി. അതാ കിടന്ന് ഉറങ്ങിയിട്ട് പോകാന്ന് കരുതി ഇവിടെ കിടന്നുറങ്ങിയത്. അല്ല, നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല. ചേട്ടാ. ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. അതെന്തിനാ ചേട്ടാ ചോദിച്ചത്? രാത്രി കിടന്നപ്പോ ഞാൻ തനിച്ചാ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ദേ ഈ പിശാചു എന്റെ കൂടെ കിടക്കുന്നു. പിശാചാ? ഞാൻ നോക്കിയിട്ട് പിശാചിനെ പോലെ തോന്നുന്നില്ല. ചേട്ടന്റെ കണ്ണിൽ പിശാചിനെ ഒന്നും കാണില്ല. ഞാൻ പിശാചോ? ആ പിന്നെ ഒരു പിശാച് വേറൊരു പിശാചിന്റെ കൂടെ കിടക്കൂ. എന്റെ പൊന്നു ദൈവമേ, 2 പിശാചാ. ഈ വീട്ടിനുള്ളിൽ പിശാചുകളുടെ താമസം തുടങ്ങിയല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഇട്ട് കുഴപ്പിക്കുകയാണല്ലോ. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇതാ പോയി. വാ പോ. വാ പോം. എന്തോന്ന് എഴുന്നേറ്റപ്പോ തന്നെ പോവാനോ? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചാലേ ഫ്രഷ് ആവൂ. ഇപ്പൊ നിനക്ക് കുളിക്കണം അല്ലേ? ആ, ഉം. ഉം. ഉം, വാ എങ്ങോട്ട്? പോ. ഏയ്, ഏയ്.